Hi everyone, welcome to the Women of Honor series. യാദൃശ്യമായിട്ട് ഇന്നലെ ഒരു പോസ്റ്റ് കാണാനിടയായി. അതായത് ഓഗസ്റ്റ് 21 ഇന്നലെ സീനിയർ സിറ്റിസൺ ഡേ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഞാൻ കാണാനിടയായി. അപ്പോൾ ഞാൻ ഇന്നലെ എനിക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് എല്ലാ സീനിയർ സിറ്റിസനും ഒരു ഹാപ്പി വിഷസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വിഷ് യു ഓൾ എ വെരി ഹാപ്പി സീനിയർ സിറ്റിസൻസ് ഡേ. എന്നെ കേൾക്കുന്ന സീനിയർ സിറ്റിസൻസും സീനിയർ സിറ്റിസൺ ആകാനായിട്ട് പോകുന്നവരും ആയ എല്ലാവർക്കും ഈ വിഷസ് അറിയിക്കുകയാണ്. അതേപോലെ തന്നെ നമ്മൾ സീനിയർ സിറ്റിസൺ ആയിരിക്കുമ്പോൾ നമ്മൾ ഓർക്കേണ്ടതായ ഒരു ചില 3-4 പോയിൻ്റ് മാത്രം സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമ്മളുടെ മനസ്സ് നമ്മളുടെ കൺട്രോളിലായിരിക്കണം. അതല്ലാതെ മനസ്സ് നമ്മളെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരിക്കലും ഇടയാകല്ല. നമ്മളുടെ കൺട്രോളിലായിരുന്നാലുള്ള ഗുണം എന്താണെന്ന് ചോദിച്ചാൽ അത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെയൊക്കെ കേൾക്കുമെന്ന് വിചാരിക്കാം. തന്നെയല്ല, നമുക്ക് അത് മനസ്സ് നമ്മളെ നിയന്ത്രിക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ നമ്മൾക്ക് നിയന്ത്രണം ഇല്ലാതെ നമ്മൾ എന്തൊക്കെയോ ആയി മാറുന്നു. നമ്മൾ സംസാരിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതിനും ഒന്നും ഒരു എത്രമാത്രം നമ്മളുടെ മേലെ സ്വാധീനം ഉണ്ടായിരിക്കുമെന്ന് പറയാൻ പറ്റുകയില്ല. അതേസമയത്ത് നമ്മളുടെ കൺട്രോളിൽ നമ്മുടെ മൈൻഡിരിക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്ന പോലെ കാര്യങ്ങൾ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്യുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ സന്തോഷം കണ്ടെത്തുക. ഇന്ന് ലോകമെമ്പാടുമുള്ള സകല ജനങ്ങൾക്കും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് സന്തോഷം കണ്ടെത്തുക, സന്തോഷമായി ജീവിക്കുക, സന്തോഷിക്കുക, ആഹ്ലാദിക്കുക, ആനന്ദിക്കുക. ഇതൊക്കെ അതിന് പലരും പല വഴികളും തേടാറുണ്ട്. അതിൽ സന്തോഷം കണ്ടെത്താനായിട്ട് പൈസ ചിലവാക്കി സന്തോഷം കണ്ടെത്തുന്നവരുണ്ട്, അല്ലാതെയുള്ളവരുണ്ട്, ഏകാന്തതയിലിരുന്ന് സന്തോഷം കണ്ടെത്തുന്നവരുണ്ട്. അങ്ങനെയൊക്കെ പലതരത്തിൽ ജനങ്ങൾ ജീവിക്കുന്നു. എന്നാൽ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ളവർ സന്തോഷം മറ്റുള്ളവരിൽ നിന്ന് പ്രതീക്ഷിച്ചാൽ അത് ഒരിക്കലും ലഭിക്കുകയില്ലെന്നുള്ളതാണ്. കാരണം എങ്ങനെ നമ്മളെ അവോയ്ഡ് ചെയ്യാമെന്നായിരിക്കും മറ്റുള്ളവരുടെ ചിന്ത. അവർക്ക് ഒരു ബേർഡനായി മാറാതെ നമ്മൾ തന്നെ നമ്മളെ സ്വയം സന്തോഷം നമ്മളിൽ നിന്ന് തന്നെ കണ്ടെത്തി നമ്മൾക്ക് എത്രമാത്രം ആക്റ്റീവായിട്ട് ജീവിക്കുവാനും ആക്റ്റീവായിട്ട് പ്രവർത്തിക്കാനും സാധിക്കുമോ അതുപോലെ ചെയ്താൽ മാത്രമേ നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. പിന്നെ പറയുമ്പോൾ നമ്മൾ മറ്റുള്ളവരെ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് ജീവിക്കാനേ പോകരുത്. അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ല. നമ്മൾക്ക് മനപ്രയാസം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്നുള്ളതല്ല, എനിക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും സന്തോഷമായിട്ട് സമാധാനമായിട്ടും എൻ്റെ ശിഷ്ടായുസ് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമെന്ന് അങ്ങനെ നമ്മൾ ചിന്തിച്ചാൽ മാത്രമേ നമുക്ക് ഒരു മനസ്സിന് സമാധാനവും അതുപോലെ തന്നെ സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിക്കുകയുള്ളൂ. ഒരുപാട് ആഗ്രഹിക്കാതെ ഉള്ളതുകൊണ്ട് സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനായിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് പറയുമ്പോൾ ഫണ്ട്സ് അത് വലിയൊരു കാര്യം തന്നെയാണ്. പൈസ ഇല്ലാതെ ഒരു കാര്യങ്ങളും നടക്കത്തില്ല. പ്രത്യേകിച്ച് പ്രായമായി കഴിയുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ പലവിധമായ ചിലവുകളും വരാം. അതിൽ നമുക്ക് ന്യൂട്രീഷൻ്റെ കുറവ്, അതുപോലെ പല കാര്യങ്ങളും വരും. നമ്മൾക്ക് കൂടെയുള്ള പ്രതിരോധ ശക്തി കുറയുന്നതുകൊണ്ട് കൂടെയുള്ള അസുഖങ്ങൾ, ചെറുതും വലുതുമായ രോഗങ്ങൾക്ക് അടിമപ്പെടാനുള്ള ഒരു രീതിയിലേക്ക് മാറാനായിട്ട് എല്ലാവരും അങ്ങനെ ആകുമെന്നല്ല പറയുന്നത്. എങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പെടാതെ നമ്മൾ സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ഒരു അധികം പ്രായമാകുന്നതിന് മുമ്പ് തന്നെ നമ്മളൊരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കാനായിട്ട് വളരെ ശ്രദ്ധിക്കേണ്ടതാണ്. അതിൻ്റെ പ്രീമിയം അടച്ചുകൊണ്ട് നമ്മൾ നേരത്തെ എടുക്കുകയാണെങ്കിൽ നമുക്ക് പ്രീമിയം കുറവായിരിക്കും. അല്ലെങ്കിൽ ഇല്ലാത്തവർ തീർച്ചയായിട്ടും ഒരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുന്നത് എപ്പോഴും നന്നായിരിക്കും. ഗവൺമെൻറ് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ വെൽ ആൻഡ് ഗുഡ്. ഇല്ലാത്തവർ പ്രൈവറ്റായിട്ടുള്ള ഇൻഷുറൻസ് എടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെയുള്ള വേറൊരു കാര്യമാണ് നമ്മൾ ഹൈജീനായിരിക്കുക എന്നുള്ളത്. നമ്മൾ എപ്പോഴും വൃത്തിയും വെടിപ്പും കാത്തു സൂക്ഷിക്കുക.
എപ്പോഴും നല്ലതായിട്ട് ഡ്രസ്സ് ചെയ്യുക. ഞാനൊരിക്കൽ വായിക്കാനിടയായി, അവരിന്ന് ജീവിച്ചിരിപ്പില്ല, ഒരു കാർഡിയോളജിയുടെ ഡോക്ടറായിരുന്നു, ചെന്നൈയിലുള്ള ഡോക്ടർ പറയുന്നത്, നമ്മൾ ദിവസവും രാവിലെ എണീറ്റൊക്കെ കഴിഞ്ഞൊരു സർട്ടൻ ടൈം കഴിയുമ്പം നല്ലതായിട്ട് നമ്മൾ ഡ്രസ്സ് ചെയ്ത് നമ്മൾ വീട്ടിലിരുന്നാലും വെളിയിൽ പോയാലും നമ്മൾ ഉള്ള തുണികളും പുതിയതായിട്ട് വാങ്ങിക്കാനല്ല പറയുന്നത്, ഉള്ള തുണികൾ സൂക്ഷിച്ച് വെറുതെ കബോർഡിൽ വെച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഓരോ ദിവസവും നമ്മൾ നന്നായിട്ട് ഡ്രസ്സ് ചെയ്ത് നല്ല രീതിയിൽ നമ്മളെ കാണുന്നവർക്ക് അയ്യോ കുഴപ്പമില്ലല്ലോ, ഇവർ നല്ലതായിട്ടിരിക്കുന്നല്ലോ എന്നുള്ള ഒരു ചിന്ത വരത്തക്കവണ്ണം ഇരിക്കണം. അല്ലാതെ രാവിലെ മുതൽ വൈകിട്ട് വരെ ആ ഒരു നൈറ്റിയിലോ അല്ലെ ഒരു പാൻറ്റിലോ, ആണുങ്ങളാകുമ്പോൾ ഒരു പാൻറ്റ് ഷർട്ടോ അല്ലെ ഒരു ലുങ്കി അങ്ങനെ ഒരു വെറും ഒരു ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ ജീവിക്കുന്ന പോലെ തോന്നാതെ, ചിലവിൻ്റെ അല്ലത്, നമ്മൾ ഉള്ളതിനെ നന്നായിട്ട് പ്രയോജനപ്പെടുത്തണം, നമുക്കുള്ള സമയം നന്നായി പ്രയോജനപ്പെടുത്തണം. യോഗ ചെയ്യാൻ താല്പര്യമുള്ളവർ യോഗ ചെയ്യണം, ഇല്ലെങ്കിൽ റൊട്ടേഷൻ എക്സസൈസ് ജോയിൻസിനൊക്കെയുള്ള, അതുപോലെ തന്നെ മസിലിനുള്ള വേദനയൊക്കെ മാറാനായിട്ട് അതിന് വേണ്ടതായ എക്സസൈസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് ഒരിക്കലും മറക്കരുത്. അതോടൊപ്പം തന്നെയാണ് ഭക്ഷണം നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് ഭക്ഷണം കഴിക്കണം. നമുക്ക് അലർജി ഉള്ളതൊന്നും കഴിക്കാതിരിക്കുക. തന്നെയല്ല, വയറിനൊക്കെ ദഹനത്തിനൊക്കെ പ്രശ്നങ്ങളുള്ളവർ, അതുപോലെ ഷുഗർ BP ഒക്കെ ഉള്ളവർ അതിനനുസരിച്ച് ഡയറ്റ് ക്രമീകരിച്ച് ഭക്ഷണം കഴിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും. ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർ ഡോക്ടർ അഡ്വൈസ് ചെയ്ത പ്രകാരം മാത്രമേ കഴിക്കാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ദിവസം ഏതെങ്കിലും ഒരു ഫ്രൂട്ട് കഴിക്കുവാനായിട്ട് ശ്രമിക്കണം. അതുപോലെ തന്നെ നട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങൾ, സപ്ലിമെൻറ്റ്സ് ആയിട്ട് വൈറ്റമിൻ ടാബ്ലറ്റ് എടുക്കാത്തവർ നട്ട്സെങ്കിലും കഴിച്ചിരിക്കണം. അത് ഏറ്റവും വില കുറഞ്ഞാണ് പീനട്ട്. അത് പീനട്ടോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്ത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ അത് വാങ്ങിക്കഴിക്കുക. അതുപോലെ തന്നെ ഇലക്കറികൾ കഴിക്കണം എന്നുള്ളത് നമുക്കറിയാമല്ലോ. ശോധനയുടെ കാര്യത്തിൽ നമുക്ക് കോൺസ്റ്റിപ്പേഷൻ വരാതിരിക്കാൻ വേണ്ടി ഇലക്കറികൾ കഴിക്കുക. സമയം പാസ്സാകാൻ വേണ്ടിയിട്ട് വീട്ടിൽ ഉള്ള സ്ഥലത്ത് ഒരു ചെറുതായിട്ടുള്ള ഗാർഡനിങ് ചെയ്യാൻ നോക്കുക. ഗാർഡനിങ്ങിൽ താല്പര്യമില്ലാത്തവർ, മ്യൂസിക്കിൽ താല്പര്യമുള്ളവർ മ്യൂസിക് ചെയ്യുക, അല്ലെങ്കിൽ ഹാൻഡ് വർക്ക് താല്പര്യമുള്ളവർ അത് ചെയ്യുക. എങ്ങനെയാണെങ്കിലും നമ്മളുടെ ജീവിതം ഇനി വളരെ ഷോർട്ടാണ്. അതിനെ ഏറ്റവും സന്തോഷമായിട്ട് നമ്മളിൽ തന്നെ നമ്മൾ സന്തോഷം കണ്ടെത്തി നമ്മുടെ ഓരോ ദിവസങ്ങളും കഴിച്ചു കൂട്ടണമെന്നാണ് ഞാൻ പറയുന്നത്. അത് പ്രത്യേകിച്ച് നമ്മൾ മറ്റുള്ളവർ നോക്കിയില്ല, മറ്റുള്ളവർ നമ്മളെ കരുതിയില്ല, മറ്റുള്ളവർ നമുക്ക് തന്നില്ല, എടുത്തില്ല, ഇങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാനേ പോകണ്ട. കാരണം എന്ന് പറഞ്ഞാൽ എന്ത് കണ്ടാലും ജസ്റ്റ് ഇഗ്നോർ. അതായത് കണ്ടില്ല, കേട്ടില്ല, അല്ലെങ്കിൽ ഈ കാതിൽ കൂടെ കേട്ട് ഈ കാതിൽ കൂടെ വിടുക, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിലേക്ക് നമ്മൾ വരണം. അതുപോലെ തന്നെ അഡമൻസി ഒരിക്കലും നന്നല്ല. അതുപോലെ അരഗൻസ്, അങ്ങനെയുള്ള സ്വഭാവങ്ങളിൽ നിന്നൊക്കെ നമ്മൾ വിമുക്തരായിട്ട് എപ്പോഴും പ്രസന്നമായിട്ടുള്ളൊരു മുഖത്തോടും കൂടി നമ്മൾ നമ്മുടെ ആ ഒരു ഔട്ട്ലുക്കിനെ സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ എല്ലാവർക്കും മെഡിസിനൊക്കെ വാങ്ങിക്കാനായിട്ട് കഴിവില്ലാത്തവർ അതിൻ്റേതായ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഓർഗനൈസ് ചെയ്യുന്ന അങ്ങനെയുള്ള ഓർഗനൈസേഷനുകളുമായിട്ട് അവരെ കോൺടാക്റ്റ് ചെയ്തിട്ട് അങ്ങനെയുള്ള ഹെൽപ്പ് എടുക്കുക. ഇല്ല, മെഡിസിൻ വാങ്ങുവാൻ കഴിവുള്ളവർ വാങ്ങിക്കുക. എന്തായാലും നമ്മളുടെ ഹെൽത്ത് നമ്മൾ തന്നെ നോക്കണം. അതുപോലെ എല്ലാ രീതിയിലും നമ്മൾ ഈ ഒരു പുതിയ ജീവിതമാണ് നമ്മൾ നയിക്കുന്നതെന്ന് ഓർത്തോണം. 60 കഴിഞ്ഞിട്ട് പിന്നെയുള്ള നമ്മുടെ വലിയ ഉത്തരവാദിത്തങ്ങളൊന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ തന്നെ സ്വയം നമ്മളെ തന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നമ്മുടെ കാര്യം മാത്രം ഉത്തരവാദിത്തത്തോട് ചെയ്യുവാനായിട്ടുള്ള ഒരു തീരുമാനം എടുത്തുകൊണ്ട് നമുക്ക് ഈ വർഷത്തെ സീനിയർ സിറ്റിസൺ ഡേയിൽ ഒരു പുതിയ ജീവിതത്തിലേക്ക് കാലുവെക്കാം. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ബൈ ടു ഓൾ. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പ്ലീസ്.